മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയോടായിട്ട് കരുണ ചോദിക്കുന്നുണ്ട് സ്വന്തം അച്ഛനെക്കുറിച്ച്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നത് ആരാണെങ്കിലും അവനെ ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അവൻ്റെ പള്ളയ്ക്ക് തന്നെ കത്തി കയറ്റുമെന്നെല്ലാം പറയുന്നു. ഇത് കേട്ട് കരുണയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. തൻ്റെ അച്ഛനെക്കുറിച്ചാണല്ലോ ഉണ്ണിയേട്ടൻ പറയുന്നതെന്നെല്ലാം ഓർത്ത് അയാളാണെങ്കിൽ വെള്ളം ഇറങ്ങാതെ തന്നെ ചാകുമെന്നെല്ലാം പറയുമ്പോൾ കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ അങ്ങനെ കേട്ടു നിൽക്കുകയാണ്. പിന്നീട് കമലേശ്വരത്ത് എത്തുകയാണ് ഉണ്ണിയും കരുണയും. അപ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കരുണ ഒരിക്കലും തിരിച്ചു വരുമെന്ന് ദുർഗ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ദുർഗയ്ക്കാണെങ്കിൽ കരുണയെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. കരുണയാണെങ്കിൽ ഉണ്ണിയോട് ചോദിച്ചതുപോലെ തന്നെ ഉണ്ണിയുടെ അച്ഛനെക്കുറിച്ചെല്ലാം ദുർഗയോടും ചോദിക്കുന്നു. ദുർഗയ്ക്കും അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുക്കളുണ്ടായേനെ, എൻ്റെ മക്കൾക്ക് അനുഭവിക്കാനായിട്ട് ഇതെല്ലാം കിട്ടിയേനെ. അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അന്നൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എനിക്കൊന്നും എഴുതി മേടിക്കാൻ പറ്റിയില്ല. അതുപോലെ മോൾക്കൊരിക്കലും സംഭവിക്കരുത്. മോളുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കുമെല്ലാം എന്തെങ്കിലും സംഭവിച്ചാൽ മോളുടെ സ്വത്തുക്കളെല്ലാം ലക്ഷ്മിക്കും കൂടെ അവകാശത്തിലെത്തും. അതുകൊണ്ട് അവരെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോളുടെ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിലോട്ട് തന്നെ എഴുതിക്കണമെന്നെല്ലാം ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ അന്ന് ഡിസ്ചാർജായി പോകുന്ന ദിവസമാണ്. അങ്ങനെ പ്രതാപനെ കാണാനായിട്ട് പ്രതാപൻ്റെ റൂമിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി കാണുന്നതും മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ഒന്ന് കളിയാക്കുന്ന പോലെ തന്നെ അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പ്രതാപനും പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ കുഞ്ഞു പോയില്ലേ, അതോർത്ത് ഞങ്ങൾക്കും നല്ല സങ്കടമുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴേക്കും പ്രതാപനും പറയുന്നുണ്ട്, ശരിയാണ്, എന്താണെങ്കിലും ഒരു കുഞ്ഞല്ലേ, അത് നീ ജനിക്കുന്നതിന് മുമ്പേ തന്നെ പോയല്ലോ എന്നോർക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഞങ്ങൾക്കും ഉണ്ടെന്നെല്ലാം പ്രതാപനും പറയുന്നുണ്ട്. ഇത് കേട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചെറിയ സങ്കടമുണ്ടല്ലോ അല്ലേ, എന്നാണെങ്കിലും എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ തന്നെയുണ്ട്, അധികം ആരും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ് പ്രതാപനും മുത്തശ്ശിയുമെല്ലാം. ഇത് വല്ലാത്തൊരു ഷോക്കായി പോയല്ലോ എന്നെല്ലാം കരുതുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയുമെല്ലാം. കാരണം കരുണമോളോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ കുഞ്ഞ് പോയെന്നാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് മോളാണെങ്കിൽ ഉണ്ണിയുടെ കൂടെ തിരിച്ചു പോയിരിക്കുന്നതുമെല്ലാം. അതെല്ലാം ഓർത്ത് മുത്തശ്ശിക്കും പ്രതാപനുമാണെങ്കിൽ ആകെ വട്ടുപിടിക്കുന്നു. ഇത് കണ്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മയുടെയും മകൻ്റെയും മുഖത്തൊരു വല്ലായ്മ, കാരണം എൻ്റെ കുഞ്ഞ് പോയെന്ന് തന്നെയാണല്ലേ നിങ്ങൾ വിശ്വസിച്ചിരുന്നത്, അതങ്ങനെയൊന്നുമല്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ ഭദ്രമായിട്ട് തന്നെയുണ്ട്, അതങ്ങനെയൊന്നും പോകുന്ന കുഞ്ഞല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും നമ്മുടെ ലേഖയും അവിടെ നിന്ന് തന്നെ പോകുകയാണ്. പിന്നീട് പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നു, എന്താണമ്മ ഈ കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ, എനിക്കാണെങ്കിൽ ആ മാർക്കോയുടെ അടികൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ ചതയുകയും ചെയ്തു, അവളുടെ കുഞ്ഞാണെങ്കിൽ അവളുടെ വയറ്റിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുമുണ്ട്, ഇതെന്തൊരു മറിമായമാണ് ഈ സംഭവിക്കുന്നത് എന്നെല്ലാം, നമ്മളാണല്ലോ അമ്മയെ ചതിക്കപ്പെട്ടു പോയതെന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും എന്തെങ്കിലും ചെയ്യാതെ ഇനി പറ്റിയല്ല, എൻ്റെ മോളുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കുമെന്നെല്ലാം മുത്തശ്ശിയാണെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, ആ മോഹിനിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ മോളെ അറിയിച്ചു, അത് മോളോട് പറഞ്ഞതുകൊണ്ട് മാത്രം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അതേസമയം ആ ഉണ്ണി എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകില്, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ആകെ വെപ്രാളാകുന്നുണ്ടെന്ന് പറയുകയാണ് മുത്തശ്ശി. അപ്പോൾ പ്രതാപം പറയുന്നുണ്ട്, നമ്മുടെ മോളാണെങ്കിൽ ആ ഉണ്ണിയുടെ കൂടെ പോയതിൻ്റെ കാരണം തന്നെ അവളുടെ കുഞ്ഞില്ലാതായെന്നുള്ള സന്തോഷം കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചേനെ, നമ്മുടെ മോളാണെങ്കിൽ നമ്മളോട് ഇനി ഒരിക്കലും മിണ്ടുക പോലുമില്ല, അതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് മാത്രം കൊണ്ടാണ് അവൾ അങ്ങോട്ട് പോയിരിക്കുന്നത്, ഇനി എന്ത് ചെയ്യും അമ്മേ, അവൾ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതി ഇനി അവിടെ നിന്ന് തിരിച്ചു വരാൻ, നിനക്ക് എന്താണ് പ്രതാപം ഇപ്പോൾ പറ്റിയത്, നീ ഇപ്പോൾ എന്ത് ചെയ്താലും തലതിരിഞ്ഞാണല്ലോ വരുന്നത്, പണ്ടൊക്കെ നീ എന്തിനു പോയാലും അത് സാധിപ്പിച്ചിട്ട് തന്നെ വരുവുള്ളൂ എന്നെല്ലാം മുത്തശ്ശി പറയുകയാണ്. അതുപോലെയല്ലേ അവൻ്റെ അച്ഛനെ ആണെങ്കിൽ അവൻ്റെ അമ്മയുടെ അടുത്തോട്ടൊക്കെ അയച്ചത്, അത് നിൻ്റെ ഒറ്റ കഴിവ് കൊണ്ടതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ അവരുടെ റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ണനെ കാണുന്നത് മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ വല്ലാതെ ആകുന്നുണ്ട്. കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണൻ കേട്ടിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.